ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എവരിബഡി. എല്ലാവർക്കും ട്ടോ. എല്ലാവർക്കും ഉമ്മ. അതുപോലെ തന്നെ വിഷു ദിവസം എന്നും ഉമ്മ തരുന്നത്. വിഷുവിന് ഉമ്മ തരാൻ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. ആ. അതുപോലെ തന്നെ അമ്മ ഉം. എന്നും ചെക്കൻ തുടങ്ങി ഒരു വിഷു ആയിട്ട് കൂടി അമ്മേനെ ഒന്ന് പെട്ടെന്ന് വിടണമെന്നില്ല ഒരു ഉദ്ദേശം അവനില്ല. ആ, അല്ല വിഷു കുഴപ്പമില്ല. നമ്മളൊക്കെ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. ആ. അപ്പം നമ്മുടെ കുടുംബങ്ങളുടെ ഒപ്പം ഒരു 5 മിനിറ്റ് ചിലവഴിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതിനു വേണ്ടി ഉം. സ്വാഭാവികമായിട്ട് ചോദിക്കുകയാണ്, ഉം. എന്താണ് വിഷു? ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിഷു എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയൂ കേട്ടോ. ഉം. എന്താ പറയുക, ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ട്. അതിനെക്കാട്ടിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വിഷു ആണെന്ന് പറയാൻ കാരണം എന്താ, ഞാൻ ചിന്തിക്കുമ്പോൾ തന്നെ അമ്മയെ ചിരിച്ചിരിക്കും. കാരണം എന്താ പറഞ്ഞാൽ, ചെറുപ്പത്തിൽ ഈ പൈസയൊക്കെ എന്നെ കൂട്ടി വെച്ച് അത് എങ്ങനെ ചിലവ് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ആ വിഷു ആയിരിക്കും എൻ്റെ മകൻ ചിന്തിക്കുന്നത് അല്ലേ. എന്ന് വെച്ചാൽ വലിയൊരു കൂട്ടുകുടുംബത്തിൽ ജനിച്ചിട്ട് 20-30 പേരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം മേടിക്കുമ്പോൾ എവിടെയൊക്കെ കൊണ്ടുപോയി ഒളിച്ചു വെച്ചാലും ഒളിച്ചിരിക്കില്ല എന്ന് പറയും പോലെ അങ്ങനെയൊക്കെ ആയിരുന്നുള്ള അവസ്ഥ. അത് ആലോചിച്ചിട്ട് അമ്മ ചിന്തിക്കായിരിക്കും. അതായിരിക്കും എൻ്റെ മകൻ ഉദ്ദേശമല്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താ അറിയോ, ഒരുപാട് ഫെസ്റ്റിവൽ ഉണ്ട്. ആ ഫെസ്റ്റിവലിനെ കണ്ട പ്രത്യേകത എന്താണ് ഈ വിഷുവിനുള്ളതെന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ ഫെസ്റ്റിവലിനും രാവിലെ എണീക്കും, കുളിക്കും, ദൈവത്തിനെ തൊഴുകും, എല്ലാം ചെയ്യും. പക്ഷേ ഇതിന് പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ കണ്ണിങ്ങനെ പൊത്തിയിട്ട് നേരെ കൊണ്ടുവന്നിട്ട് ആ ദൈവത്തിനെയാണ് ആദ്യം നമ്മൾ കണി കാണുന്നത്. അപ്പോൾ എല്ലാം ഒരുക്കി വെച്ച് ആ സർവശക്തനായ പ്രപഞ്ച പരിപാലകനായ ജഗന്നാഥനായ ആ സർവശക്തനായ ദൈവത്തിനെ കാണുമ്പോൾ തന്നെ എന്താ, നമ്മുടെ എവിടെയാണോ, വൈകുണ്ഠത്തിലാണോ എന്നൊക്കെ തോന്നിപ്പോകും. കാരണം ഈ അമ്മയും അച്ഛനൊക്കെ ആ പുലർച്ചയ്ക്ക് അപ്പോഴൊക്കെ എണിച്ച് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ചിലർ രാത്രി ചെയ്യും, ചിലർ 3 മണിക്ക് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ചെയ്ത് എത്രത്തോടെ എൻ്റെ മക്കളുടെ കണ്ണിലേക്ക് ഭഗവാനെ ഭംഗിയായിട്ട് കാണണമെന്ന് അലങ്കാരം ചെയ്ത് വെക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ അവിടെ ഉള്ളതിന് എന്ത് വരാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ആരറിയോ? ഈ അച്ഛനും അമ്മയല്ലാത്ത കാരണന്മാർ. അവരൊന്നും നമ്മൾ അന്ന് വില വെക്കുകയില്ല. അതിനുശേഷം ആ ചാരുകശാലയ്ക്ക് കൊടുക്കുന്ന ഒരു വിലയുണ്ട്. അവിടെ നിന്ന് ആ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എണിച്ച് വന്ന് നമുക്ക് കൈനീട്ടം തരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. ഇതിലെന്താണ് നമുക്ക് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ, ആദ്യം ഭഗവാന്റെ അനുഗ്രഹം അച്ഛനും അമ്മയും നമ്മുടെ മേടിക്കാൻ വേണ്ടി ആ ഭഗവാന്റെ മുമ്പത്ത് നമ്മളെ കൊണ്ടുപോയി നിർത്തും. അത് കഴിഞ്ഞാൽ നമ്മളെ സൃഷ്ടിച്ച അച്ഛനും അമ്മയുടെ അനുഗ്രഹം മേടിക്കും. അത് കഴിഞ്ഞ് ഗുരുകാരണന്മാരെല്ലാവരുടെ അനുഗ്രഹം മേടിച്ച് അന്നൊരു ദിവസം ഒത്തൊരുമയുടെ ഒരു പ്രതീകമാണ് വിഷു അല്ലേ. ഒത്തൊരുമ, ഒരു യൂണിറ്റിയുടെ ഒരു ഫെസ്റ്റിവലാണ്. എന്ന് വെച്ചാൽ ഏതൊരു ഫെസ്റ്റിവലിനും എല്ലാവരും ഒരുമിച്ചിരിക്കും, വിരുന്ന് പോവും, വിരുന്ന് വരും, ഒക്കെ ശരിയാണ്. പക്ഷെ അനുഗ്രഹം മേടിക്കുന്ന ഒരു ഏക ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് വിഷു തന്നെയാണ്. അപ്പോൾ എന്താണ് വിഷു എന്ന് വീണ്ടും ഞാൻ അമ്മയോട് ചോദിക്കുകയാണ്. എല്ലാം നീ പറഞ്ഞിട്ട് ഇനി എന്താ എന്നാലും എന്തെങ്കിലുമൊക്കെ അമ്മയ്ക്ക് പറയാനുണ്ടാവും. എനിക്കും അതെ. എന്താ അറിയോ, വിഷു എന്ന് പറയുമ്പോൾ പല ഓർമ്മകളും ഓടിയെത്തും. കാരണം എന്താ പറയുക, എങ്ങനെയൊക്കെ നമ്മൾ ഓണം എന്നൊക്കെ പറയുന്നതിനേക്കാളും കൂടുതൽ വിഷു എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൽ നൊമ്പരമായ ചില ഓർമ്മകൾ ഓടിയെത്തും. കാരണം നമുക്ക് കൈനീട്ടം തന്ന് നമ്മൾ അനുഗ്രഹം വാങ്ങിച്ച പലരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അതൊരു വല്ലാത്ത നഷ്ടബോധമായിട്ട് തോന്നും. ആ ഒരു നിമിഷം നമ്മൾ ഓർക്കുമ്പോൾ എന്തൊക്കെയാണെങ്കിലും മനസ്സിൻ്റെ ഉള്ളിലൊരു വിങ്ങലാണ്. എന്താണെന്ന് പറഞ്ഞാൽ, അന്ന് നമ്മൾ അവരോട് അനുഗ്രഹം മേടിച്ച് അവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം മേടിച്ച് അവരൊന്നും ഇന്നില്ലല്ലോ എന്നുള്ളൊരു നഷ്ടബോധം കൂടിയും തോന്നും ആ ദിവസം. ആ നഷ്ടബോധം തോന്നുന്നത് എന്തുകൊണ്ടാണോ, അവരോടുള്ള നമ്മുടെ സ്നേഹമാണത്. അവനെ ഓർമ്മിക്കുകയാണ് നമ്മൾ അല്ലേ. അങ്ങനെ ഒരു ദിവസം കൂടിയാണ് വിഷു. പിന്നെ പല മാതാപിതാക്കളുടെയും കാര്യം പറയാം, ഞാനടക്കം. നമ്മുടെ അടുത്ത് കുറച്ച് മക്കളുണ്ടാവും, പക്ഷേ അകലെയുള്ള മക്കളെക്കുറിച്ച് നമ്മൾ ഓർക്കും ആ ദിവസം. അയ്യോ, ഇവിടെയുള്ള ഈ മകന് ഞാൻ കൈനീട്ടം കൊടുത്തു, എൻ്റെ ഒരു മകൻ അവിടെയാണ്, എൻ്റെ ഒരു മോൾ അവിടെയാണ്. അങ്ങനെ തോന്നുന്ന ആ ഒരു വേദന കൂടിയുണ്ട്. അതും സ്നേഹം കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കും. അതുപോലെ പക്ഷേ ഇപ്പം അതിനൊക്കെ ഒരു വഴിയുണ്ട്. എന്താ പറഞ്ഞാൽ, വീഡിയോ കോൾ വിളിക്കും, അവരെ കാണും, നമ്മളെ അനുഗ്രഹിക്കും ഒക്കെ ചെയ്യും. അങ്ങനെ ഒരു സമാധാനം ഉണ്ടെങ്കിലും കൂടി അതും നമുക്കൊരു വേദനയാണ്. എന്തുകൊണ്ടുള്ള സ്നേഹം കൊണ്ട് അല്ലേ, നമുക്ക് ആ മക്കളോടുള്ള കരുതലും സ്നേഹമൊക്കെയാണ് അത്. അങ്ങനെ അപ്പോൾ ഇതുപോലെ മക്കൾക്കും ഉണ്ടാവും, അയ്യോ ഈ വിഷുവിന് ഞാൻ ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഇല്ലല്ലോ എന്നുള്ളൊരു വേദന അവർക്കും ഉണ്ടാവും. കാരണം അവർക്കും ആ മനസ്സിൽ ആ സ്നേഹം കൊണ്ട് വരുന്നതാണത് അല്ലേ. എന്താണെന്നറിയില്ല, ആ ചെറിയൊരു നാണയത്തുണ്ട്. അത് ആ വെറ്റിലെ അടക്കയിലും മേടിക്കുമ്പോൾ അച്ഛനും അമ്മയുടെ കാൽകട തൊട്ട് വന്നിക്കുമ്പോൾ അവിടെ കിട്ടുന്ന എന്തോ ഒരു വല്ലാത്തൊരു ഊർജ്ജമാണ് അതല്ലേ. അല്ലെങ്കിൽ എന്തോ ഒരു സന്തോഷമാണ്. അപ്പോൾ അകലെ ഇരിക്കുന്ന മക്കളൊക്കെ ഒന്ന് നനയും. ഓ, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കാൻ എന്ന ദിവസം എനിക്ക് പറ്റിയില്ല, ഞാൻ ഇവിടെയാണല്ലോ തോന്നും. അതുപോലെ തന്നെ അമ്മയ്ക്കോ അച്ഛനോ ഒക്കെ ബാക്കിയുള്ള മക്കൾക്ക് കൈനീട്ടം കൊടുക്കുമ്പോൾ
ഉള്ളൊന്ന് പിടയും, അയ്യോ എൻ്റെ മകനത് കൊടുക്കാൻ പറ്റില്ല, എൻ്റെ മകൾക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ വരും. അത് തന്നെയാണ് വിഷു. ഈ യൂണിറ്റിൻ്റെ പേരാണ് വിഷു. ഈ കുടുംബ സംഗമത്തിൻ്റെ പേരാണ് വിഷു. നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും നമ്മളൊന്നാണ്. ഒരു കുടുംബം ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് വെച്ചാൽ, ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? എല്ലാവരും വേണം നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരും ചുറ്റും ഉണ്ടാവണം. എല്ലാവരും ചുറ്റും കൂടി നിൽക്കുന്ന, സത്യം പറഞ്ഞാൽ പണ്ട് ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ വേരുകളുടെ ഉറപ്പിലോട് കൂടി നിൽക്കുന്ന മരച്ചില്ലകളാണ് നമ്മളെല്ലാം അല്ലേ. പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ എവിടേക്കോ അകലെയൊക്കെ കുടുംബങ്ങളായി ജീവിക്കുകയാണല്ലേ നമ്മുടെ എല്ലാ കൂടപ്പിറപ്പുകളാവട്ടെ മിത്രങ്ങളാവട്ടെ, അവരൊക്കെ നമ്മൾ ഓർക്കും ഇപ്പോൾ. കാരണം നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഒത്തൊരുമയോടുള്ള ആ വലിയ കുടുംബം, അവിടെ നമ്മളൊക്കെ കൈനീട്ടം മേടിച്ചിരുന്നത്, നമ്മൾ സന്തോഷിച്ചിരുന്നത്, നമ്മുടെ സന്തോഷം എല്ലാം നമ്മളങ്ങനെ ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ ഓർത്തിട്ട് നമ്മുടെ കണ്ണ് ഒന്ന് നനയും. കാരണം സ്നേഹം കൊണ്ട്, സങ്കടം കൊണ്ടല്ല, സങ്കടം കൊണ്ടല്ല, സ്നേഹം കൊണ്ടുള്ള അങ്ങനെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. എല്ലാവരും ഓർമ്മിക്കുകയാണ് നമ്മൾ. എത്രയോ കാലങ്ങൾ നമ്മൾ കടന്നു വന്നു, ഇനി എത്ര കാലം കടന്നു പോകണമെന്നറിയില്ല. പക്ഷെ ഓരോ വിഷുവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് സ്നേഹവും സംബന്ധവും അതിൻ്റെ ഊർജ്ജവുമാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അമ്മക്ക് കിട്ടിയ കുടുംബാംഗത്തോട്, ഒരു പുതിയ കുടുംബാംഗത്തോട്, നമ്മുടെ ആദ്യത്തെ വിഷയമാണോ രണ്ടാമത്തെ വിഷയമാണോ? അപ്പോൾ അതിൽ എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാ ഐശ്വര്യവും സമൃദ്ധിയും സർവ്വ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ എന്നും അമ്പുക്കുട്ടി. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്, എല്ലാവരും സ്നേഹത്തോടെ എല്ലാവരെയും സ്നേഹിക്കുക, ആരും വെറുക്കാതെ എല്ലാവരെയും സ്നേഹത്തോടെ കാണുക, ആദരവോടെ കാണുക, കരുണയോടെ കാണുക, വാത്സല്യത്തോടെ കാണുക. ഇതൊക്കെയാണ് നമ്മൾ ഇനി ഈ ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. കാരണം വെറുപ്പും വൈരാഗ്യവും ഒന്നുമില്ലാത്തൊരു ജീവിതം നമുക്ക് ആഗ്രഹിച്ചാൽ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അപ്പം അങ്ങനെ ഒരു ജീവിതത്തിന് വേണ്ടി എല്ലാവരും ഒരു മനസ്സോടെ പ്രയത്നിച്ചാൽ ശരിക്കും അത് നടക്കും. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇത് ഇവിടെ നിർത്തുന്നു. ബായ്. ഒരിക്കൽ